നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിനിമ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ബേസിക്കലി കഥ വേണം. കഥ, അതിനുശേഷം തിരക്കഥ വേണം. ഇവിടുന്നാണ് സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് പരിപാടി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന, അല്ലെങ്കിൽ എത്രയോ ആൾക്കാരുടെ നിലനിർത്തുന്ന ആൾക്കാരാണ് റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റേഴ്സിന് കറക്റ്റായിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് അവരുടെ വാല്യൂ എങ്ങനെയാണ്, അവരുടെ കുറേ നാൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്നൊക്കെ സംസാരിക്കാനായിട്ടും, പിന്നെ എന്താണ് അനുഭവങ്ങൾ സംസാരിക്കാനായിട്ടും നമ്മുടെ കൂട്ടത്തിൽ വളരെ സീനിയറായിട്ടുള്ള റൈറ്റർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സേതു സാറാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെയൊക്കെ ഒരു +2 സമയത്താണ് ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ ഭയങ്കര ട്രെൻഡായിരുന്നു ആ സമയത്ത്. അപ്പം സേതു സാറ് സംസാരിക്കും. സേതു സാർ ആ സമയത്ത്, ഇപ്പം ഞാൻ 2017 തൊട്ടാണ്, ഞാനും റൈറ്ററാണ്, ചെറിയ സിനിമകൾ നമ്മളും എഴുതിയിട്ടുണ്ട്. പക്ഷേ സേതു സാർ 2007 തൊട്ട് വലിയ സിനിമകൾ, വന്നപ്പം തൊട്ടേ വലിയ സിനിമകൾ എഴുതുന്ന ആളാണ്. അതായത് വരുമ്പോൾ ചോക്ലേറ്റ്, ഷാഫി സാറുമായിട്ടുള്ള ചോക്ലേറ്റ് ആണ് ഫസ്റ്റ് പടം. ഈ ചോക്ലേറ്റ് ഒക്കെ ഒരു എങ്ങനെയാണ് ചോക്ലേറ്റ് ഉണ്ടായത്, അതിൻ്റെ ഐഡിയ? ഒന്ന് അർജുന, ഇത് ഒരുപാട് കഴിഞ്ഞ 17 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ്. അത് പുതുമയില്ല കേൾക്കുന്നവർക്ക്. എങ്കിൽ പോലും ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇന്നത്തെ പോലെയല്ല. ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു കഥയുടെ ഒരു ഇതാണ്. ഇപ്പോൾ 3000 പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജിൽ ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരൻ പഠിക്കാൻ ചെല്ലുന്നു എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ ഐഡിയ തന്നെ വർക്കൗട്ടാണ്. ആ ഐഡിയ വർക്കൗട്ടാണ്. അതിനകത്തൊരു സിനിമ ഫീൽ ചെയ്തു ഷാഫിക്ക്. അത് ഞങ്ങൾ വീട്ടിലിരുന്ന് സംസാരിച്ചിട്ട്, ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട് നേരത്തെ ഷാഫിയായിട്ട്. പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് വെറുതെ ചെരുപ്പിടേണ്ട ആ ഗ്യാപ്പിലാണ് ഈ ഒരു എലമെൻറ്റ് പറയണത്. ഉടനെ അതിനകത്ത് ഒരു പൂർണ്ണമായിട്ടൊരു സിനിമ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചർച്ച ഒരു 2 മണിക്കൂർ സമയം പോയി. അങ്ങനെയാണ് ചോക്ലേറ്റ് എന്ന് പറയുന്ന സിനിമയിലേക്ക് ശരിക്കും ലാൻഡ് ചെയ്യുന്നത്. അന്ന് പേര് പോലും ഇല്ല. ആ കഥാതന്തുവിൽ നിന്ന് ഒരു സിനിമ ഫീൽ ചെയ്തു എന്നുള്ള ഷാഫി എന്ന് പറയുന്ന സംവിധായകന്. ഇന്നിപ്പോൾ അർജുന തന്നെ അറിയാം, ഇന്ന് അങ്ങനെ ഒരു എലമെൻറ്റ് പറഞ്ഞാൽ അത് സിനിമയാവുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ആവില്ല. ഒരിക്കലും. ഇന്നിപ്പം ഭയങ്കര വ്യത്യാസമുണ്ട്. അത് നമുക്ക് സംസാരിക്കാവുന്നതാണ്. കാരണം ഇത് സാറിൻ്റെ കാലഘട്ടത്തിൽ, ഇപ്പോൾ 2007 എന്നൊക്കെ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ പോലെയല്ല ഇന്നിപ്പം. ഇന്നിപ്പം നമ്മൾ ഫുൾ എഴുതി ബൈൻഡ് ചെയ്ത് സ്ക്രിപ്റ്റ് വായിച്ചു, പിന്നെ അതിൽ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടുള്ള തിരുത്തലുകൾ വരും, ഇടപെടലുകൾ വരും. അതൊക്കെ ഇന്ന് സംഭവിക്കാറുണ്ട്. എന്നാൽ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ, എല്ലാവരും നമ്മൾ പറയുന്നില്ല. അതൊക്കെ സംഭവിച്ചിട്ടാണ് സിനിമ നടക്കാറ്. പക്ഷെ അന്ന് ആക്ച്വലി നിങ്ങളുടെ ഒരു കാലഘട്ടം കുറച്ച് ലക്കി കാലഘട്ടം. ലക്കിയല്ല, അത് ലക്കിൻ്റെ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ഞാൻ ഈ ചോദിച്ചതിൽ നിന്ന് തന്നെ ഇത്രയും കൂടി ക്ലിയർ ആക്കുവാണെങ്കിൽ, ഒരു എലമെൻറ്റ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കഥയുടെ ഒരു സ്പാർക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ, ഒരു കഥാതന്തു, അത് പറഞ്ഞുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു നായക നടൻ്റെ ഡേറ്റ് വാങ്ങിക്കാൻ പറ്റുമോ? ഒരിക്കലും സംഭവിക്കും. ഒരു സംവിധായകനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. ഒരു നിർമ്മാതാവിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇത് പറ്റിയിരുന്നൊരു കാലഘട്ടമാണ് 2007. അതിനകത്ത് മെയിൻ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാനും സച്ചിയും പറഞ്ഞത് ഷാഫി എന്ന് പറയുന്ന സംവിധായകൻ്റെ അടുത്താണ് അതിൻ്റെ ഒരു എലമെൻറ്റ് പറയുന്നത്. ആ എലമെൻറ്റ് പറഞ്ഞപ്പോൾ ഷാഫി പറഞ്ഞത് ഇതിനകത്തൊരു സിനിമയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചിരുത്തി. അപ്പോഴും പൂർണ്ണമല്ല, അത് ഇത്രയും കൂടിയൊക്കെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു. അത് ദിവസങ്ങളോളം എടുത്ത് അതിനൊരു പൂർണ്ണമായിട്ടുള്ളൊരു സിനിമയുടെ ഒരു ഔട്ട്ലൈൻ ഉണ്ടായി എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് എത്രയോ കഴിഞ്ഞിട്ടാണ് അത് തിരക്കഥാ രൂപത്തിലേക്ക് എത്തുന്നത്. ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത്, ഷൂട്ടിംഗ് തുടങ്ങി ഓൾമോസ്റ്റ് ഒരു 10-30 ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ 35 ദിവസം കഴിഞ്ഞിട്ട് ഷൂട്ട് തീരാൻ പോകുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് ഫിക്സ് ചെയ്യുന്നത്. ഇന്നൊരു പക്ഷേ ആ സിനിമ നടക്കില്ല. അങ്ങനെയാണെങ്കിൽ നടക്കൂ ഇല്ല. അതിനകത്ത് ഷാഫിയുടെ റാഫി സാറിൻ്റെയൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്യും. ഒരു കൂട്ടായ ചർച്ചയിലൂടെ ഒരു നല്ല സിനിമ ഉണ്ടാക്കണം എന്നുള്ള ഇതോടുകൂടിയൊക്കെ അത് അങ്ങനെ സംഭവിക്കുന്നതാണ്. അതിന്ന് ഒരിക്കലും സാധ്യമായിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള ഇന്ന് വേറെ ഒരു രീതിയും വേറെ പരിപാടികളൊക്കെയാണ് ഇന്ന്. അല്ല, എന്നപ്പോൾ ഈ നടൻ ഹീറോ പൃഥ്വിരാജ് ഈ ഫുൾ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല. പൃഥ്വിരാജ് കഥ മാത്രമേ കേട്ടുള്ളൂ. പൃഥ്വിരാജ് കേൾക്കുന്നത് ഞാനും ഷാഫിയും സച്ചിയും കൂടി രാജുവിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഒരു കഥയാണ് പറയുക. ആദ്യം ഓൾമോസ്റ്റ് ആ ചോക്ലേറ്റിൻ്റെ ഒരു ക്ലൈമാക്സ് ഒന്ന് ഫിക്സ് ചെയ്തിട്ടൊരു തിരക്കഥയല്ല, ആ കഥ ഇതൊക്കെയായിരിക്കും എന്നുള്ള ഇതിൽ നിന്നാണ് ഡേറ്റ് തരുന്നതും ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നതും. ഇവിടെയൊക്കെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്ന് പരസ്പരം ഓരോരുത്തരുടെയും കഴിവ് തിരിച്ചറിയാനുള്ള ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു നടനാണെങ്കിൽ ഇയാൾ എഴുതും അല്ലെങ്കിൽ ഇയാൾ സംവിധാനം ചെയ്യും എന്ന് പറയുന്ന ഒരു കൺക്ലൂഷനിലേക്ക്, അല്ലെങ്കിൽ അവർക്കത് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ അവർക്ക് എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിച്ചിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ
എനിക്ക് തോന്നുന്നത് അർജുന തന്നെ അറിയാം, നമ്മളൊരു തിരക്കഥ പൂർണ്ണമായിട്ടുണ്ടാക്കണം, അത് വായിച്ചേൽപ്പിച്ചാൽ മാത്രം പോരാ, അതിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടാവും. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു എങ്ങനെയാണത് വിലയിരുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. അല്ല, ഇന്ന് ഒരു തരത്തിലിപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഈ സ്ക്രിപ്റ്റ് ഭയങ്കര പെർഫെക്റ്റ് ആക്കിയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷേ ഇതിപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എങ്ങനെ പെർഫെക്റ്റ് ആക്കും എന്നൊരു ചോദ്യമുണ്ട്. അതെ, ഇത് പലർക്കും പല ടേസ്റ്റാണ്. അതെ, ഇപ്പം എൻ്റെ പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് അല്ലായിരിക്കും വേറൊരാൾക്ക്. അതെ, അപ്പം ഇത് നമ്മൾ പെർഫെക്റ്റ് ആക്കി വെച്ചതിന് ശേഷം ഇത് നടക്കുമെന്നുള്ള ഉറപ്പില്ല. അത്രയും ടൈം ആസ് എ റൈറ്റർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതെ. എന്നാൽ ഈ റൈറ്റർക്ക് ഇതിൻ്റേതായിട്ടുള്ളൊരു ഒരു വാല്യൂയോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ എഫോർട്ട് ഈ സിനിമക്ക് മുമ്പ് എടുക്കുന്ന ആൾ റൈറ്ററാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, അത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളിതൊരു ശൂന്യത എന്നാണ് ഒരു സംഭവം ഉണ്ടാകുന്നത്. ഞാൻ ഒറിജിനൽ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വേറെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലാണ്ട് ഒരു കഥയിലേക്ക് എത്തിച്ചേരുകയും അത് സീറോയിൽ നിന്നാണ്, അല്ലേ, ശൂന്യതയിൽ നിന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിനിമ രൂപപ്പെടുന്ന ഒരു തിരക്കഥാകൃത്തിൻ്റെ മനസ്സിലാണ് പൂർണ്ണമായിട്ട്. അത് അങ്ങനെ ഒരു കഥയിലേക്ക് നമ്മൾ എത്തി അതൊരു സിനിമാ രൂപത്തിലേക്ക് നമ്മുടെ മനസ്സിൽ അതിന് ഇത് വിത്ത് പായി കഴിയുമ്പോൾ തന്നെ നമുക്കത് പല സമയങ്ങളിലും അത് മാറും, അല്ലേ. കഥകളുടെ ചില ട്വിസ്റ്റുകൾ വരാം, പല കാര്യങ്ങളും വരാം. നമ്മളിവരെ കേൾപ്പിക്കുന്നത് അതാണ് ഒരു കഥ എന്ന് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പോൾ തൊട്ട് അഭിപ്രായം പറയാൻ ആർക്കും എളുപ്പമാണ്. ഒരു വസ്തു ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ചെയ്തിരുന്ന ഒരു എക്സസൈസാണ്. ഇവിടെ ഹിറ്റ് സിനിമകൾക്ക് പോലും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞ് പറയാം. ഹിറ്റാണ് സിനിമ, 100 ദിവസം ഓടിയ സിനിമയ്ക്കും നമ്മൾ ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു സിനിമാ പ്രേമി, ഒരു ചലച്ചിത്ര ആസ്വാദകന് അതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ അല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടൊരു വെർഷൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതെന്താ, പൂർണ്ണമായിട്ടൊരു കഥ കണ്ടതിന് ശേഷമാണ്. അഭിപ്രായങ്ങൾ പറയാൻ എളുപ്പമാണ്, നമുക്കതിന് വേറെ ഡൈവേർഷൻസ് ഉണ്ടാക്കാൻ എളുപ്പം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ കഥയിലേക്ക് ലാൻഡ് ചെയ്ത് ആ ഒരു വിത്ത് കിട്ടണ്ടേ, അതിലെ ഏറ്റവും വലിയ ടാസ്ക്. അതായത് ഉണ്ടാക്കണം, ആദ്യം ഉണ്ടാക്കുന്നത് ടാസ്ക്കാണ്. വിത്ത് കിട്ടുക എന്നുള്ളത് ടാസ്ക് തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ആ എഴുത്തുകാരന് എന്താ ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പരാജയം എന്ന് പറയുമ്പോൾ, ഒരു കഥ ഇഷ്ടപ്പെട്ട് എത്രയോ പേര് ചർച്ച ചെയ്തിട്ടാണ് അതൊരു സിനിമ എന്ന് ഷൂട്ടിംഗ് പ്രക്രിയയിലേക്ക് പോകുന്നത്. പരാജയമല്ല നമ്മുടെ തലയിലിരിക്കുകയും ചെയ്യില്ലേ. ആ പരാജയത്തിന് ശേഷം ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ടാസ്ക്കാണ്. ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെയും പരാജയം ബാധിക്കില്ല. പിന്നെയും ഡയറക്ടറെ ബാധിക്കും, കുറച്ചൊക്കെ ഡയറക്ടറിനെ നന്നായിട്ട് ബാധിക്കും. പിന്നെയും ഒരു നല്ല സബ്ജക്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്ടർക്ക് അപ്പ് ചെയ്ത് വരാമെന്ന് എനിക്ക് തോന്നാം. അല്ല, അതും അങ്ങനത്തെ ഒരു കാലഘട്ടം പോയി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഒരു 1.5 പതിറ്റാണ്ടായി സിനിമയിൽ പറയുമ്പോൾ, അതെ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, എഴുത്തുകാരും സംവിധായകരും സൂക്ഷിക്കണം. നമുക്ക് വിജയങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വിജയം കൊടുക്കുമ്പോൾ ഒരു നായക നടൻ, ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും അങ്ങനെയാണെന്നും അതിനർത്ഥമില്ല, നമ്മളോടൊപ്പം എന്നും ഉണ്ടാവും. ഞാൻ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞ് കാലാകാലം എൻ്റെ കൂടെ നിൽക്കും എന്ന് നമ്മൾ ധരിച്ചു പോയാൽ അവിടെ നമുക്ക് തെറ്റി. ഒരിക്കലും ഉണ്ടാവില്ല. വിജയങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ ഒരു എഴുത്തുകാരനും സംവിധായകനും ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരു 1, 2, 3 സിനിമകൾ വിജയിപ്പിച്ച ഒരു നായക നടന്മാർക്കോ ഈസിയാണ്, അങ്ങനത്തെ ഒരു ക്രൈസിസ് ഇല്ല. ക്രൈസിസ് ഇല്ല. അവരുടെ ഞാൻ വളരെ തമാശയായിട്ട് മലയാള സിനിമയിലെ വലിയൊരു നടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു കഥ നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര അഭിപ്രായങ്ങൾ പറഞ്ഞു, അതങ്ങനെ വർക്കൗട്ട് ആവുമോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ അനുസരിച്ചൊക്കെ നമ്മൾ മാറ്റി എഴുതാൻ തയ്യാറായി, ഇപ്പോൾ പെർഫെക്റ്റായി എന്ന് പറഞ്ഞാൽ വെറുതെ സർക്കാസ്റ്റിക്കായിട്ടൊരു ചോദ്യം ചോദിച്ചു. ഇനിയിപ്പോൾ എനിക്ക് വിശ്വാസം വേണ്ടേ, ഈ കഥാപാത്രം ഒന്ന് ചെയ്ത് കാണിച്ചു തരാമോ, ഒന്ന് വെറുതെ ഒന്ന് അഭിനയിച്ചൊന്ന് കാണിച്ചു തരാമോ, എനിക്ക് ഉറപ്പ് വേണ്ടേ, എൻ്റെ സ്ക്രിപ്റ്റിൽ അത് വർക്കൗട്ട് ആവുമെന്ന് നിങ്ങൾക്കും ഉറപ്പില്ല. തിരിച്ച് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ ഒരു നടൻ്റെ അടുത്ത് ചോദിക്കണ്ടോ, നിങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഇത് എഴുതി മാറ്റി വന്നപ്പോൾ ഈ കഥാപാത്രം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയണമെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് കാണിച്ചതെന്ന് നമ്മൾ ആരെങ്കിലും പറയണ്ടോ? ഒരു വിശ്വാസമല്ലേ, ആ വിശ്വാസം തിരിച്ചുണ്ടോ? അതില്ല. വിശ്വാസം വിജയിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലയോ, വിജയിച്ചാൽ എന്ന് പറഞ്ഞാൽ വിജയിച്ച് നിൽക്കണം. അത് വിജയം കണ്ടിന്യൂസ് ആയിരിക്കണം. ഒരു വിജയം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2 കൂടൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊന്നും വേണ്ട, സിബി മലയിൽ നിന്ന് വെറുതെ ഒരു പേര് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു മിനിമം കളക്ഷനുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫാമിലി കാത്തിരിക്കും, സത്യനന്ദിക്കാട്, സിബി സാറൊക്കെ. ഇതൊക്കെ മാറി.
ഇന്ന് അവർക്ക് പോലും വിജയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ തുടർച്ചയായിട്ട് സിനിമകൾ ചെയ്തിട്ട് കാര്യമില്ല, അത് വിജയിച്ച് നിന്നാൽ മാത്രമാണ് നമുക്കിവിടെ സിനിമ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് വളരെ ഇതായിട്ട് തോന്നുന്നു, ഇപ്പം അർജുനാണെങ്കിലും അല്ലെങ്കിൽ പുതിയ എഴുത്തുകാരൊക്കെ നമ്മൾ ധരിച്ചു പോകരുത്. നമ്മുടെ കൂടെ ഞങ്ങൾക്കൊക്കെ ആ ധാരണ ഉണ്ടായിരുന്നു, എനിക്കൊക്കെ ആ ഒരു, കാരണം കണ്ടിന്യൂസ് ആയിട്ട് കുറേ സിനിമകൾ ഹിറ്റായിരുന്നു. ചോക്ലേറ്റ്, സീനിയേഴ്സ്, അപ് ടു മല്ലു സിംഗ് വരെയൊക്കെ സിനിമകളെല്ലാം ഹിറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ, നാളെയൊക്കെ ഒരു സിനിമ പരാജയപ്പെട്ടാലും ഇവരൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴെങ്കിലും ഒരു നല്ല എലമെൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് കഥ പറയാൻ എളുപ്പമായിരിക്കും, അല്ലെങ്കിൽ അവരത് കൂടുതൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നൊക്കെ തോന്നുന്ന വെറും ധാരണ മാത്രം. കണ്ടിന്യൂസ് ഹിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കുക, വിജയം ആവർത്തിച്ചാൽ മാത്രമാണ് ഒരു സംവിധായകനും എഴുത്തുകാരനും ഇവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്നൊരു ഇതിനകത്തേക്കാണ് പോകുന്നു. അതെ അതെ, അത് ശരിയാണ്, കറക്റ്റാണ്. ഇപ്പം നമ്മൾ ഈ പറയാനാണെങ്കിൽ ഈ റൈറ്റേഴ്സ്, അതായത് നമ്മൾ കഥ പറയുമ്പോൾ വിജയം ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൗട്ട് ഉണ്ടായാല. അതെ, നമ്മൾ എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിട്ടായിരിക്കും അവർ കേൾക്കുന്നത്. ഇത് വർക്കൗട്ട് ആകും എന്നുള്ള പേടി ഉണ്ടാവും. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് അതാ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന ഇതായിട്ടുള്ള എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്ന കഥകളെല്ലാം നമ്മൾ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. അത് ഏത് പ്രായത്തിലും ഏറ്റവും ഇതായിട്ടുള്ള സമയങ്ങളിൽ പോലും ഒരു ചെറുകഥയോ ഒരു ഇത് എഴുതിയാൽ വായിക്കാൻ വേണ്ടി മലയാളികൾ ഉണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ഏതെങ്കിലും എഴുത്തുകാരൻ്റെ, സാഹിത്യകാരൻ്റെ കഴിവിനെ ചോദ്യം ചെയ്യണ്ടോ? ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നില്ല. മറിച്ച് ഇതിനകത്തേക്ക് വന്ന തിരക്കഥാകൃത്ത്, അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഒരു ചലച്ചിത്ര ഭാഷ്യം എഴുതുന്ന ആൾ, ഒരു കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ഇവരെല്ലാം ഇന്ന് ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, അവർ 1-2 സിനിമകൾ അവരെ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പാടാണ് പറയുന്ന കാര്യം. അപ്പോൾ അവരുടെ കഴിവിനെ ചോദ്യം ചെയ്യണേ, അടുത്ത പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് വലിയ പാടാണ്. പിന്നെ ഈ സിനിമ ഇപ്പം തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകളെ മാത്രം പറ്റിയാണ് സംസാരം. ഈ സിനിമ ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഈ സിനിമയുടെ ഒപ്പീനിയൻ വേറെ ആയിരിക്കും, സംശയമില്ല. അങ്ങനെയുള്ള സിനിമകളുണ്ട്. ഉണ്ട്. അതായത് ഇപ്പം തിയേറ്ററിൽ വലുതായിട്ട് പോയില്ല, ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ പറയും അത് ഈ മലയാളി ഓഡിയൻസിന്. ഞാൻ പൊതുവേ ഇപ്പം ഇത് 2-3 പ്രാവശ്യം ഈ പോഡ്കാസ്റ്റ് തന്നെ പറഞ്ഞിട്ട്, മലയാളി ഓഡിയൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർ ഈ ചില സിനിമകൾ ചില ബ്രാൻഡിനെയും നോക്കി അങ്ങ് പാസ്സാക്കും. ചില സിനിമകൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചില ഒരു പേരുകൾ നോക്കിയിട്ട് ഇവർ ഈ സിനിമ പാസ്സാക്കുകയും ഇത് OTT വരുമ്പോൾ പറയും ഇത് ഇങ്ങനെയായിരുന്നു അതിങ്ങനെയായിരുന്നു. ഇവർ തന്നെ കണ്ട് ഇതിനെ വിജയിപ്പിച്ചതും ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞൊക്കെ ഇവർ തന്നെയാണ്. പക്ഷേ ചില നല്ല സിനിമകൾക്ക് അല്ലെങ്കിൽ ചില ചെറിയ സിനിമകൾക്കൊന്നും ഇവർ ഈ പരിഗണന കൊടുക്കാറില്ല ഈ ഓഡിയൻസ്. അത് പക്ഷേ ആ ഒരു കാര്യത്തിനും നമ്മൾ ഇപ്പോൾ പറയുമ്പോഴാണ് ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടി ആ സിനിമകൾ എക്സ്പെക്റ്റ് ചെയ്യുകയും അതിന് ഒരു ഓവർ റേറ്റിംഗ് കൊടുക്കുന്ന ഒരു പ്രവണത എന്ന് പറയുന്നതാണല്ലോ. ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് ഒരു ബാനർ നോക്കിയിട്ട് സിനിമ കയറുന്ന ഇതില്ലേ, നവോദയയുടെ മറ്റേ ഇവരുടെ ആണെങ്കിലും മഞ്ഞിലാസിൻ്റെയും നവോദയയുടെയും ഗൃഹലക്ഷ്മിയുടെയൊക്കെ പടങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഒരു മിനിമം ഗ്യാരണ്ടിയാണ്, ഇത് കാണാനുണ്ടാവും. അതൊക്കെ തോന്നൽ പ്രേക്ഷകൻ എല്ലാ കാലയളവിലും ഉണ്ടായിരുന്നു. ഇവിടെ മാറിപ്പോയത് അതൊന്നുമല്ല. ഇവിടെ കാലികമായിട്ട് എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട്. സിനിമ മാത്രമല്ല, എല്ലാത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രകടമായിട്ട് കാണുന്ന ഇപ്പം നമ്മൾ സംസാരിച്ചു തുടങ്ങിയ മാറ്റങ്ങളാണ്. എന്തുകൊണ്ട് വിജയിച്ചുകൊണ്ടിരുന്ന എഴുത്തുകാരെ അല്ലെങ്കിൽ സംവിധായകർ ഇവർക്ക് ഇന്ന് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല? അതൊരു ചോദ്യം തന്നെയാണ്. അവരുടെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, പല രീതിയിലുള്ള സിനിമകൾ. അവരുടെയൊക്കെ സിനിമകൾ സിബി സാർ ലാസ്റ്റ് ചെയ്തത് മറ്റേ അതെ, ആസിഫിനെ വെച്ചിട്ട് സിബി സാറൊക്കെ ചെയ്തിരിക്കണം. ആ ഇമോഷൻസൊക്കെ എത്രയോ സിനിമകൾ അവരുടെ ഇതായിട്ടുള്ള പ്രതിഭ തെളിയിച്ചിട്ടുള്ള സംവിധായകർ, സിബി സാറായാലും ആരാണ്, അവർക്കൊക്കെ അവരുടെയൊക്കെ എന്തുകൊണ്ട് ഈ നമ്മുടെ ആർട്ടിസ്റ്റുകൾ പരിഗണിക്കുന്നില്ല? പുതിയ ജനറേഷൻ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. അതെ അതെ അതെ, അത് ഈ പുതിയ ജനറേഷനും ഈ പറഞ്ഞ പോലെ വിജയത്തിൻ്റെ പുറകെ ആയിരിക്കാം. അതേ. പിന്നെ എനിക്കൊരു സംശയമുള്ളത്, ഈ സംവിധായകരും എഴുത്തുകാരും മാത്രമാണോ അവരുടെ പ്രതിഭയെല്ലാം പറ്റി വീട്ടിലിരിക്കേണ്ടി വരുന്നത്? നടന്മാർ ഇന്നും ഉണ്ടല്ലോ, നമ്മളൊക്കെ കണ്ട് ശീലിച്ച മമ്മൂക്കയുണ്ട്, ലാലേട്ടനുണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ മാത്രം പ്രതിഭ ഒരിക്കലും നശിക്കില്ല എന്നാണോ? അല്ലെങ്കിൽ അവർക്ക് കാലികമായിട്ടുള്ള മാറ്റങ്ങളും പഴക്കങ്ങളും ഒന്നും വരില്ല എന്നാണോ? ആ വേർതിരിവാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇതിനാരും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. ഇതിന് നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ പ്രത്യേകിച്ചും പല കാര്യങ്ങളും നമുക്ക് പറയണമെങ്കിൽ, ഇപ്പം ഞാനും അർജുനോട് സംസാരിക്കുമ്പോൾ പോലും, എനിക്ക് സംസാരിക്കണമെങ്കിൽ പോലും വലിയൊരു വിജയത്തിന് ശേഷം എനിക്ക് പറയാം.
ഇല്ലെങ്കിൽ അതില്ലാത്ത കാരണമാണ്, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ടാണെന്ന് പറയും. പക്ഷെ ഇതൊന്നുമല്ല, ഇത് സത്യമാണ്. ഇത് ആരുടെ അടുത്ത് ചോദിച്ചാലും സത്യമാണ്. അതാണ് നമ്മൾ ഫ്രസ്ട്രേഷൻ നമ്മളിപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ പറയും അത് ഫ്രസ്ട്രേഷൻ കൊണ്ടാണ്, അല്ലെങ്കിൽ വിജയമില്ലാത്ത, അങ്ങനെ വിജയം ഇപ്പം സംഭവിക്കാത്ത കൊണ്ടാണെന്നൊക്കെ ചിലപ്പോൾ പറയാൻ സാധ്യതകളുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് വെറുതെ ഞാൻ ആളുടെ പേരൊന്നും എടുത്ത് പറയാൻ പോകുന്നു, വളരെ വിജയിച്ച് നിൽക്കുന്ന ഒരു സംവിധായകൻ, 1, 2, 3 സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു നവയുഗ സംവിധായകൻ, ഒരു ന്യൂ ജനറേഷൻ സംവിധായകൻ. അദ്ദേഹം ഒരു ആക്ടറും കൂടിയാണ്. ഞാൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് അയക്കുമ്പോൾ പോലും ഞാൻ അയച്ചത്, ഹലോ, ഐ എം മീ സച്ചി സേതു ഹിയർ, സച്ചി ബ്രാക്കറ്റിൽ സച്ചി സച്ചി സേതു ഹിയർ എന്ന് പറഞ്ഞ അയച്ചു മെസ്സേജ്. അതിന് മറുപടി എന്നില്ല. വീണ്ടും ഞാൻ ഒരു റിമൈൻഡർ അയച്ചു. പിന്നീട് ഒരു 3ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ഈസ് ദിസ് റൈറ്റ് ടൈം ടു ടോക്ക് എന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചു. അല്ലാണ്ട് നേരിട്ട് വിളിക്കുക പോലും അല്ല ചെയ്തത്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് റിപ്പീറ്റഡ്ലി 3 പ്രാവശ്യം ഞാൻ വാട്സാപ്പിൽ. അതിന് മറുപടി ഒന്നും ഇല്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാൻ വളരെ നീട്ടിപ്പിടിച്ചൊരു മെസ്സേജ് അയച്ചു. മറുപടി ഒന്നും അയച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മെസ്സേജ് കണ്ടു, ഞാൻ ഒരു ഫേവർ ചോദിച്ചിട്ടോ ഒന്നുമല്ല ഞാൻ മെസ്സേജ് അയക്കുന്നത്. മറിച്ച് എനിക്കൊരു കാര്യം ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. എൻ്റെ ഒരു സബ്ജക്റ്റും നിങ്ങളുടെ ഒരു സബ്ജക്റ്റുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി, ഒരു ഹിയർസേ, ആരോ പറഞ്ഞു കേട്ടൊരു അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സിനിമ. കഴിഞ്ഞ ഇതിനകത്ത് 2, 3 സിനിമ അടുപ്പിച്ച് ചെയ്ത ആളാണ്. അപ്പോൾ ഞാനിപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് മറുപടി വന്നേക്കുക, ഞാൻ ഒരു വെക്കേഷനിലാണ്. നിങ്ങൾ ഇത്ര വലിയ ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫോൺ വിളിക്കുമ്പോഴൊക്കെ മറുതലക്കൽ എടുത്തോളണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അതിനകത്ത് വളരെ ഇതായിട്ട്, പിന്നെ വെക്കേഷനിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഞാൻ അത് കൂടുതൽ ഞാൻ പറയണില്ല. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ വെക്കേഷനിലാണെന്ന് ഞാനെങ്ങനെ അറിയും? ഞാൻ പറയണത്, എൻ്റെ ഒരു മെസ്സേജ് ചെയ്യുന്ന കഴിയുമ്പോൾ 2, 3 മെസ്സേജ് ചെയ്യുന്ന കഴിയുമ്പോൾ പറയും ഐ എം ഓൺ എ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ, എന്നിട്ട് ഞാൻ വിളിക്കുവാണ്, ഞാൻ മെസ്സേജ് ചെയ്യുവാണെങ്കിൽ അത് തെറ്റാണ്. ഇതൊന്നുമില്ലാണ്ട് ഞാൻ പറഞ്ഞ അവരൊരു സഹിഷ്ണുതയാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ഇവരെയൊക്കെ ചെയ്ത പോലെ കണ്ടിന്യൂസ് അവർക്ക് ചിലപ്പോൾ 1, 2 സിനിമകൾ വിജയിച്ചിട്ടുണ്ടാവും. നമുക്കുണ്ട് ഈ വിജയങ്ങളുണ്ടായിരുന്ന കാലഘട്ടമുണ്ട്, ഇല്ലേ? ഇറങ്ങുന്ന എല്ലാ സിനിമകളും വിജയിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്, 100 ദിവസത്തെ ഓടിയിരുന്നത്. അപ്പോഴും ഞാൻ ചോദിക്കുന്നത്, നമുക്കിന്നും എൻ്റെ മുമ്പിൽ സിബിസാറോ ഒന്നും എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ആ റെസ്പെക്റ്റ് ഒന്നും വേണമെന്നല്ല. ഞാൻ പറഞ്ഞ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഒന്ന് ആലോചിച്ച് നോക്കും. അർജുൻ എപ്പോഴെങ്കിലും ഒരു തൊഴിലായിട്ട് കണ്ട് സിനിമ ചെയ്തിട്ടുണ്ടോ? അതില്ല. അല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾ വന്ന കാലഘട്ടത്തിൽ ഒരു ചലച്ചിത്രകാരൻ ഒരു മെസ്സേജൊക്കെ അയക്കാവുന്ന കേസല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ, ചെറിയ കേസല്ലേ. അത്രയേ ഉള്ളൂ. സിനിമ ഫോൺ എടുക്കാത്തതും നമുക്ക് ഒരുപാട് പേര്, ഇപ്പോൾ ആസിഫ് ഒരിക്കലും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ആളല്ല. പക്ഷെ നമുക്കൊരു ആവശ്യമുണ്ടെങ്കിൽ ആസിഫിനെ വിളിക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. ആ മാർഗ്ഗങ്ങളിൽ വിളിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വിളിക്കും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് വെച്ചിട്ട് ഞാൻ പറയാം. അങ്ങനെ അപ്പോൾ ഫോൺ എടുക്കില്ല എന്ന് പറയുന്നവരൊക്കെ ഇതിനകത്ത് ഉണ്ടെങ്കിലും പഴയ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ലായിരുന്നു, എനിക്ക് തോന്നിയിട്ടില്ല. ആരെയും റീച്ചബിൾ അല്ലാത്തൊരു സമയമൊന്നുമില്ല. എത്ര വലിയ സംവിധായ, ഇപ്പം ഞങ്ങൾ 2ാമത്തെ സിനിമ ചെയ്ത് ജോർജ് സാറിനെ വെച്ചിട്ടാണ്. ഞാൻ സച്ചി ജോർജ് സാറാണല്ലോ ഡയറക്റ്റ് ചെയ്തത്. റോബിൻ ഹുഡ് എന്ന് പറയുന്ന ആ റോബിൻ ഹുഡ് എന്ന് പറയുന്ന സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സാറിൻ്റെ അടുത്ത് ആദ്യമായിട്ട് അത്രയും വലിയ നമ്മുടെ ഇപ്പോൾ ഉള്ളതിൽ ഒരു കൊമേഴ്സ്യൽ സിനിമയുടെ ഒരു മാസ്റ്റർ ഡയറക്ടർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ വീട്ടിൽ പോയ ആദ്യ ദിവസം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഞാൻ പോയിട്ടുണ്ട്. നമുക്ക് ഭയങ്കര പേടിയായിരുന്നു അന്ന്. സുബേറിൻ്റെ കൂടെ പറഞ്ഞ ഇത്ര സുബേറാണ് ഞങ്ങളെ ജോർജ് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം ആദ്യമായിട്ട്. അപ്പോൾ സുബേറിൻ്റെ കൂടെ പോകുമ്പോൾ, ഞാൻ സച്ചിയും കൂടി പോകുമ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, സാർ എങ്ങനെയായിരിക്കും, നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്ന്, അങ്ങനത്തെ വരെ സംശയങ്ങളുണ്ട്. പക്ഷെ ഞാൻ ആദ്യത്തെ ഒരു കാഴ്ചയിൽ തന്നെ നമ്മളൊരു ഗുരുസ്ഥാനത്ത് കാണണം ജോർജ് സാർ. അത് ഇന്നും തുടരുക. ഇന്നും നമ്മുടെയൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് ജോർജ് സാറിനെ. ഇപ്പോഴും നമ്മളോടുള്ള ഒരു സ്നേഹവും കരുതലും ഇതെല്ലാം ഉണ്ട്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അതൊക്കെയാണ്. അല്ലാണ്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോർജ് സാർ ഇപ്പോഴും നിൽക്കുന്നത്. അതെ, ജോർജ് സാർ മാത്രമല്ല, ഞാൻ പറഞ്ഞ പഴയ എല്ലാ പ്രതിഭയുള്ള സംവിധായകരും അങ്ങനെ തന്നെയാണ്. അവരുടെ അടുത്തേക്ക് നമുക്ക് എത്താനും ഒരു എഴുത്തുകാരനെ എത്താനും ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അല്ല, ഞാൻ ഈ റീസെൻ്റായിട്ട് മീൻസ് ഈ സന്തോഷം സിനിമ നടക്കുന്ന സമയത്ത്, നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജോർജ് സാറിന് ഞാൻ കുറേ നാൾ മുമ്പ് അയച്ച മെസ്സേജാണ്. അപ്പം റിപ്ലൈ ഒന്നുമില്ല. പക്ഷെ ഒരു ദിവസം ജോർജ് സാർ ഫോണിലേക്ക് വിളിക്കുക. അതിൻ്റെ കയ്യിലൊരു കഥയുണ്ടെന്ന് ഇങ്ങനെ മെസ്സേജ്. ഞാനിപ്പം രഞ്ജൻ പ്രമോദ് സാറിൻ്റെ അസിസ്റ്റൻ്റാണ്, ഞാൻ രക്ഷാധികാരിയുടെ കഥ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ മെസ്സേജ്. പനമ്പള്ളി നഗറിൽ വീട്ടിലേക്ക് വാ എന്ന് പറയുന്നു.
അപ്പോൾ ഞാൻ ഈ സന്തോഷത്തിൻ്റെ ഡയറക്ടറുണ്ട് അജിത്തേട്ടൻ്റെ വന്നെ ഒന്ന് പുള്ളി ജോസ് സാറിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നേരെ അവിടെ പോകുന്നു. അവിടെ പോകുമ്പോൾ പുള്ളി നമ്മളപ്പോൾ പേടിച്ചാണല്ലേ, വിറച്ചു പോലെ പുള്ളിയെ കാണുമ്പോൾ. അപ്പോൾ നേരെ കഥ അതിലെനിക്കൊരു അവിടെ ഔട്ട്ലൈൻ മതി അത് പറ എന്ന് പറഞ്ഞിട്ട് ഞാൻ 3 സ്ക്രിപ്റ്റുമായിട്ടാണ് പോയത്. അപ്പോൾ ആദ്യത്തെ ഒരു ടൈം ട്രാവൽ, ആ ടൈം ട്രാവലൊന്നും വേണ്ട, ഫസ്റ്റ് തന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ടൊരു ആക്ഷൻ ഡ്രാമ പരിപാടി പറഞ്ഞു. ഇത് കൊള്ളാം. അത് കഴിഞ്ഞ് വേറൊരു റൊമാൻറ്റിക് കോമഡി, അതായത് നമ്മൾ ദീപു സാർ ചെയ്ത പടം ഇപ്പോഴത്തെ അനശ്വരയുടെ പടം, അതിൻ്റെ കഥ പറഞ്ഞ ഇതുപോലത്തെ ഒരു ഹിന്ദി പടം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത് 2-3 സ്ക്രിപ്റ്റ് ഉണ്ടാകുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്ക്രിപ്റ്റ് ഇല്ല. ഇങ്ങനെ. അപ്പം ഞാൻ നേരെ സീൻ ഓർഡർ കൊടുത്തപ്പോൾ സീൻ ഓർഡർ നോക്കി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് ജോഷ് സാർ വിളിക്കില്ല. വിളിക്കും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജോഷ് സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ആക്ഷൻ ഡ്രാമ കൊടുത്ത സാധനം അത് നല്ലതാണത്, നീ ഒന്ന് സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വാ. അതിൽ സജഷൻ പറഞ്ഞു പുള്ളി, കാരണം വായിച്ചു എന്നുള്ളതാണത്. വായിച്ചിട്ട് അതിൽ നായകൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, അത് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരു പുള്ളിയുടെ ഹീറോയിസം നഷ്ടപ്പെടുന്നുണ്ട് അവിടെ. അപ്പോൾ അതൊന്ന് മാനേജ് ചെയ്തിട്ട് നീ സ്ക്രിപ്റ്റ് എഴുതിയിട്ടൊന്ന് വാന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. ഞാനാണെങ്കിൽ ഒരു 10-12 സീൻ എഴുതിയിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട്. ഇത് സേതു സാറിനുണ്ടോയെന്ന് അറിയത്തില്ല, എനിക്കൊരു പ്രശ്നമുണ്ട്. എഴുതിയിട്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് വർക്കൗട്ടായില്ല. അപ്പോൾ ഒരു 12 സീനൊക്കെ എഴുതിയിട്ട് ഞാൻ തന്നെ ആലോചിക്കുന്നത്, ഞാൻ ഇതുമായിട്ടാണോ ജോഷി സാറിൻ്റെ അടുക്കൽ പോകേണ്ടത് എന്നൊരു ആലോചന എൻ്റെ മനസ്സിൽ വന്നതുകൊണ്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. മനസ്സിലായി. അന്നേരത്തേക്കും പിന്നെ സന്തോഷം നടന്നു. പിന്നെ അതിൻ്റെ പുറകെ കുറേ സമയം അങ്ങ് മാറി. പിന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് പിന്നീട് ഞാനിങ്ങനെ ആലോചിച്ച് ഈ സബ്ജക്റ്റായിട്ട് പിന്നെ പോകണം. അപ്പോൾ അതിനിടയ്ക്ക് വേറെ ജോഷി സാറിൻ്റെ സിനിമകളൊക്കെ ഇറങ്ങി. എൻ്റെ സുഹൃത്താണ് രാജേഷ് വർമ്മ എന്ന് പറഞ്ഞിട്ട്, ആൻ്റണിയൊക്കെ ചെയ്ത റൈറ്റർ. പുള്ളിക്കാരൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജോഷി സാറിൻ്റെ ഞാൻ പറഞ്ഞു ഒന്നും നോക്കാനില്ല, ജോഷി സാർ കേട്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും നോക്കാനില്ല, നിങ്ങൾ എന്താണേലും സ്ക്രിപ്റ്റായിട്ട് വിട്ടോ, ഉറപ്പായിട്ട് പരിപാടി നടക്കുമെന്ന് പറയും. അതുപോലെ തന്നെ ആ പരിപാടി നടക്കുകയും ചെയ്തു. പക്ഷേ ജോഷി സാർ നമ്മുടെ ഇടുക്കിയിൽ കാണിച്ച ആ ഒരു കഥ കേൾക്കാനുള്ളൊരു മര്യാദയും ആ ഒരു രീതിയൊക്കെ ഭയങ്കര വർക്കബിളായിരുന്നു. നമ്മൾ അത്രയും വലിയ ഡയറക്ടറാണ് ആലോചിക്കണം. എത്രയോ പടം ചെയ്ത ഡയറക്ടറാണ്. നമ്മളാണെങ്കിൽ ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് വന്ന ഒരാളെ പുള്ളി വേണ്ട വിധത്തിൽ പരിഗണിച്ചു, ആ കഥ കേട്ട് അതിൻ്റെ സീൻ ഓർഡർ വായിച്ചതിന് ശേഷം അത് സ്ക്രിപ്റ്റ് എഴുതിക്കോളാൻ പറഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുക. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത്രയും വലിയ പ്രതിഭയുള്ള അത്രയും ഒരു സൂപ്പർ ഡയറക്ടറിന് ഇപ്പം ഈ യുവതലമുറയിലുള്ള ആ സംവിധായകൻ പറഞ്ഞ പോലത്തെ ഒരു വെക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് സംശയമാണ്. കാരണം നിങ്ങൾ ഏത് സമയത്തും വിളിച്ചോ, ഏത് രാജ്യത്താണെങ്കിലും അത് റിപ്ലൈ ചെയ്യും. അറ്റ്ലീസ്റ്റ് ഞാനിവിടെ ഇല്ല എന്നെങ്കിലും പറയും. റിപ്ലൈ ആണ് മെയിൻ. അതിപ്പം വെക്കേഷൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, റിപ്ലൈ അതൊരു മറുപടിയാണ്. അത് എന്തായാലും കൊടുക്കും. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ശരിയാണ്. എന്നിട്ട് നമ്മളെ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ്, കൗണ്ടർ ചെയ്യണത് എങ്ങനെയാണ്? നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ ഉള്ളവരെടുത്തോളം എന്താണത്? ഒരു 2-3 സിനിമകൾ വിജയിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്ന ഒരു സാധനം കാലാകാലം സിനിമയിലുണ്ടാവും എന്നുള്ള ധാരണയാണോ, അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മാറ്റം. അല്ലാണ്ട് നമ്മൾ പലപ്പോഴും പഴയ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മൾ സമകാലികരായിട്ടുള്ള പല ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. പണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ക്യാരവൻ ഉണ്ടാവില്ല, ഒരു ഷോട്ട് കഴിഞ്ഞൊക്കെ ക്യാരവൻ ഉള്ളതോ ഒരു ഷോട്ട് കഴിഞ്ഞ് പോയി മാറിയിരിക്കുന്നോ ഒന്നുമല്ല സിനിമയിൽ വന്നേക്കണ മാറ്റങ്ങൾ. മറിച്ച് എല്ലാ സഹപ്രവർത്തകരുമായിട്ട് സിനിമ ഒരിക്കലും ഒരാൾക്കും ഒറ്റയ്ക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു എഴുത്തുകാരന് മാത്രം ഇതെൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംവിധായകന് ഇതെൻ്റെ സിനിമ എന്ന് പറയാൻ പറ്റില്ല. സംവിധായകനായിരിക്കും അതിന് ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് എങ്കിൽ പോലും ഒരു കൂട്ടായ പരിശ്രമമാണ് ഒരു നല്ല സിനിമ. അതൊരു സംശയം ആ കാര്യത്തില്ല. അതെല്ലാവരുടെയും ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് നടന്മാരെ മാറ്റി നിർത്താനോ ഒരു സംവിധായകനെ ഇത് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഇതിനകത്ത് ആ സിനിമ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ വന്നേക്കണ മാറ്റം ക്യാരവനുള്ളതോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം മാറിപ്പോകുന്നതൊന്നുമല്ല, മറിച്ച് വന്നേക്കണ ആറ്റിറ്റ്യൂഡാണ്. ഒരിക്കലും അത് നമുക്ക് അവരെ മാറ്റിയിട്ട് ഇനി പഴയ കാലഘട്ടം വരുമെന്ന് വിചാരിക്കേണ്ട, നമുക്കേ മാറാൻ പറ്റുള്ളൂ. നമ്മളിന്ന് അവരെ ആവശ്യപ്പെടുന്ന പോലെയൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു തിരക്കഥ ഇതെല്ലാമായിട്ട് പോകുക എന്നുള്ളതിൽ മാത്രമേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ.